ഹലോ എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചുറ്റുപാടുള്ള ജീവികൾ, ഒരുപാട് ജീവികളുണ്ട്. അതിൽ ഏറ്റവും പ്രശസ്തമാണ് ഉറുമ്പുകൾ 3 ഇരട്ടി ഭാരം, അവരുടെ ഭാരത്തിനേക്കാൾ 3 ഇരട്ടി ഭാരം ചുമക്കുക എന്നുള്ളത് നമ്മൾ പണ്ട് മുതലേ കേൾക്കണതാണ്. അപ്പോൾ ശരിയാണോ അല്ലേ എന്ന് നമ്മൾ ഡയറക്റ്റായി നോക്കാൻ വേണ്ടി പോകാൻ കേട്ടോ. അതുപോലെ ഇവർ അവരുടെ വീട്ടിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ അവരുടെ കൂടിൻ്റെ മുന്നിൽ ഒരുപാട് മണ്ണ് ഉയർത്തി വെച്ചിട്ടുണ്ടാവും. എന്തിനാണ് ഇങ്ങനെ മണ്ണ് ഉയർത്തി വെച്ചിട്ടുള്ളത് എന്നും കൂടി നമ്മൾ നോക്കാൻ വേണ്ടി പോകാൻ കേട്ടോ. അപ്പോൾ ഈ ആദ്യമായി കാണുന്നവരാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോവാണ്. ഇത് കണ്ടില്ലേ, അവർ വളരെ ഉയർത്തിയിട്ട് അവരുടെ ആ തറനിരപ്പിനേക്കാൾ വളരെ ഉയർത്തിയിട്ടാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഈ കൂടുണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. കണ്ടില്ലേ, വളരെ ഉയർത്തിയിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ ഇത് അവരുടെ ഒരു ചെറിയൊരു ഗ്യാപ്പ് മതി അവർക്ക് പോകാൻ. പക്ഷേ അവർ ആ അടിയിലുള്ള മണ്ണ് ഒരുപാട് പുറത്തെത്തിച്ചിട്ടുണ്ട് കേട്ടോ. വളരെ രസകരമായിട്ട് അത് കൂട്ടിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. പക്ഷേ നമുക്ക് പുറത്തുനിന്ന് കാണുമ്പോൾ വളരെ രസകരമായിട്ട് തോന്നുന്ന ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ഇതെന്തിനാണ് വെച്ചിട്ടുള്ളത് എന്ന് വെച്ചാൽ, ഇത്രയും ഉയരത്തിൽ അവരിതെന്തിനാണ് വെച്ചിട്ടുള്ളത്? നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് കാലത്ത് ഈ ശത്രുക്കളുടെ സൈന്യങ്ങൾ ആക്രമിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കോട്ടകൾ ഉണ്ടാക്കാറുണ്ട്. എന്നതുപോലെ ഇവർ ഇപ്പോഴും പണ്ട് കാലത്ത് ഉള്ള ഈ ഉറുമ്പുകൾ ഇപ്പോഴും അവർ കോട്ട നിർമ്മിക്കുന്നത് പോലെ വളരെ ഉയരത്തിലാണ് ഇത് നിർമ്മിച്ചിട്ടുണ്ടാവുക. അതെന്തിനാണെന്ന് വെച്ചാൽ, ഒന്നാമതായി നമ്മുടെ ഈ ചുറ്റുപാടുള്ള ഈ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ കൂട്ടിലേക്ക് നേരെ മഴ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഈ ഇതുണ്ടാക്കി വെക്കുക എന്നുള്ളത്. രണ്ടാമതായി എന്താണെന്ന് വെച്ചാൽ, അവർ ഉറുമ്പുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്ത് സാധനം കിട്ടിയാലും ഉണക്കി സൂക്ഷിക്കുന്നവരാണ്. അപ്പോൾ നേരെ അവരുടെ അടിയിലുള്ള ആ സ്പേസൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് അവർ സാധനങ്ങളൊക്കെ ഉണക്കി എടുത്തു വെച്ചത് അതിൻ്റെ ഉള്ളിൽ വെള്ളം കയറാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ആ ഭാഗത്തൊക്കെ നന്നായിട്ട് ഒന്നുകൂടെ വിശാലമാക്കിയിട്ട് സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ സാധനങ്ങളും അവർ പുറത്തെത്തിക്കുന്നത്. അപ്പോൾ വളരെ വിശാലമായിട്ടുള്ള ഒരു കൂട് ഇതിൻ്റെ അടിയിലുണ്ടാകും. അപ്പോൾ ഇതുകൊണ്ട് നമുക്കുള്ളൊരു ദോഷം എന്താണെന്ന് വെച്ചാൽ, ആ മതിലാണെങ്കിൽ അല്ലെങ്കിൽ വീട്ടിൻ്റെ ചുമരാണെങ്കിൽ അത് താഴാൻ, ഒരുപാട് അവിടെ കൂടുണ്ടാക്കി കഴിഞ്ഞാൽ താഴാൻ, അത് ഇടിയാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു മൈനസ് പോയിന്റ് അവിടെ ഉണ്ട്. മറ്റൊന്ന്, ഈ ഉറുമ്പുകൾ നമുക്ക് എന്താണ് ഇതിൽ നമുക്ക് ഉപകാരമുള്ളത്? നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടായിട്ടുള്ള ഉപകാരം എന്താണെന്ന് വെച്ചാൽ, വീട്ടിൽ നമ്മൾ ചെറിയ സാധനങ്ങൾ തിന്നുമ്പോൾ അത് നിലത്ത് വീഴും. അത് ഇവർ നേരെ എടുത്തു കൊണ്ടുപോകും. അപ്പോൾ ഇതുകൊണ്ടുള്ള ഉപകാരം എന്താണെന്ന് വെച്ചാൽ, ഒരു സാധനം അവിടെ വീണ് കഴിഞ്ഞാൽ അവിടെ പല ജീവികൾ പുതുതായിട്ട് ജീവൻ ഉടലെടുക്കും. ആ ജീവികൾ ഉടലെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ കാലത്ത് പല വൈറസുകളും ഉണ്ടായിട്ട് വൈറസ് പരമായിട്ട് പല രോഗങ്ങളും ഉണ്ടാകുന്ന ഒരു കാലമാണ്. അപ്പോൾ ആ രോഗങ്ങൾ ഇല്ലാതാക്കാൻ ഈ ഉറുമ്പുകൾ ഒരു പരിധിവരെ സഹായിച്ചിരുന്നു. പക്ഷേ ഇന്ന് നമ്മുടെ വീടുകളിൽ ആ സാധനങ്ങൾ വല്ല ഉറുമ്പുകൾ വരുന്ന എന്ത് ഗ്യാപ്പ് ഉണ്ടെങ്കിലും അതൊക്കെ നമ്മൾ അടക്കുന്നത് കൊണ്ട് തന്നെ പല ഉറുമ്പുകൾ നമ്മളെ വീട്ടിലേക്ക് കയറാതിരിക്കുകയും സാധനങ്ങൾ വീണ് അവിടെ കുറേ സമയം കിടന്ന് പല ജീവികൾ പുതുതായി ഉടലെടുക്കുകയും അങ്ങനെയുള്ള വീടുകളിൽ പുതിയ രോഗങ്ങൾ അല്ലെങ്കിൽ പല അണുബാധകൾ ഏറ്റിട്ട് നമുക്ക് പല രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ ഉറുമ്പുകൾ നമുക്ക് ചെയ്യുന്ന മറ്റൊരു ഉപകാരമാണ് ഈ നമ്മുടെ സാധനങ്ങൾ വേസ്റ്റുകൾ പെട്ടെന്ന് എടുത്തു കൊണ്ടുപോകുക എന്നുള്ളത്. അത് വലിയ ഉപകാരം തന്നെയാണ്. ഒരിക്കലും അവരെ അത് ചെയ്യുന്നത് ചെറിയൊരു കാര്യമല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ മറ്റൊന്ന്, നമ്മൾ 3 ഇരട്ടി ഭാരം ചുമക്കുക എന്നുള്ളതാണ്. ആ 3 ഇരട്ടി ഭാരം ചുമക്കുക എന്നുള്ളത് നേരെ നിങ്ങൾ വീഡിയോ കണ്ടോളി. ഇവിടെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ഇപ്പോൾ നിങ്ങൾക്ക് കാണട്ടെ, ഈ ഇലയുടെ പിറകിൽ നിന്ന് ഒരാളിപ്പോൾ വരുന്ന കണ്ട ആ വരുന്ന ആൾ നോക്കി നിങ്ങൾ കണ്ട, ആ ഉറുമ്പ് എത്രയപ്പോൾ കനുണ്ടാവുക. പക്ഷെ ആ കല്ല് കണ്ടില്ലേ, നമ്മൾ ഒരു കല്ല് കടിച്ചു കഴിഞ്ഞാൽ അറിയാം. അല്ലെങ്കിൽ നമ്മൾ സ്റ്റീലിൻ്റെ പാത്രത്തിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നവരാണെങ്കിൽ ആ പാത്രത്തിൽ ഒരു കല്ല് വീണ് അതിൻ്റെ ഒച്ച എത്ര ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. കണ്ടില്ലേ, ഈ കല്ല് ആ ഉറുമ്പിന് പൊന്തുന്ന പോലുമില്ല. ആ ഉറുമ്പ് അത്രയും കഷ്ടപ്പെട്ടിട്ട് കൊണ്ടുവരണ്ടില്ലേ, അത് എത്ര കഷ്ടപ്പെട്ടിട്ടാണ് കൊണ്ടുവരുന്നത് നോക്കി. അത് മൂപ്പര് പോയി. അപ്പോൾ ആ കൂട് കണ്ട നേരെ അടിയിലാണ്. ആ അടിയിൽ നിന്നാണ് ആ ഉറുമ്പ് കൊണ്ടുവരുന്നത്. കണ്ട, ഇവിടൊക്കെ ഇഷ്ടംപോലെ ഉറുമ്പുകൾ കൊണ്ടുവരുന്നുണ്ട്. അവരെ അതിൻ്റെ അടിയിലുള്ള ആ കൂട് അവർ വലുതാക്കാൻ വേണ്ടിയിട്ട്. കണ്ടില്ല, ഒരു ഉറുമ്പ് ഫ്രണ്ടിൽ കൊണ്ടുവരുന്ന ഒരു ഉറുമ്പ് കണ്ട, ആ ഉറുമ്പിനേക്കാൾ എത്ര വലിപ്പമുണ്ട്, എത്ര കനുള്ള സാധനമാണ് കൊണ്ടുവരുന്നത്. നമുക്ക് കയ്യിൽ പിടിച്ചാൽ വളരെ സിമ്പിളാണ്. പക്ഷെ ആ ഉറുമ്പ് നോക്കുക, അതിൻ്റെ അത്രത്തോളം വലിപ്പമുള്ള കല്ല്. അപ്പം എത്ര കനുണ്ടാകും. ആ ഉറുമ്പുകൾ അത്ര കനല്ലല്ലോ. അതിൻ്റെ ആകന ഉറുമ്പുകൾക്ക് കൂടുതൽ ഭാരമുള്ളത് ഒന്ന് തലയും ഒന്ന് അതിൻ്റെ ഏറ്റവും പിറകിലെ ഭാഗമാണ്. ഒരു ആസിഡ് പോലെ ഉള്ള ഒരു പിറകിലെ ഏറ്റവും ഉയരം കൂടിയ അല്ലെങ്കിൽ ഏറ്റവും റൗണ്ടുള്ള ഭാഗം. ആ 2 ഭാഗം മാത്രമേ ഉറുമ്പുകൾക്ക് വലിപ്പമുണ്ടാവുള്ളൂ. ബാക്കിയുള്ള ഭാഗമൊക്കെ ചെറുതാണ്.
അപ്പോൾ ആ 2 ഭാഗം അത്ര കനമുള്ള ഭാഗമല്ല. പക്ഷേ ഈ ഉറുമ്പ് നോക്ക്, അത് എടുത്തേക്ക് നോക്ക്, അത് വലിച്ചു കൊണ്ടുപോകാന്നല്ല മാത്രമല്ല അത് പൊന്തിച്ചുകൊണ്ടാണ് ആ ഇലയുടെ മുകളിൽ അത് പൊന്തിച്ച് വെച്ചത് കാണാം. അല്ലേ, ഇതുവരെ ഇത്രയും സ്ഥലങ്ങളിൽ എത്രയോ വലിപ്പമുള്ള കല്ലുകൾ കിടക്കുന്നുണ്ട്. ഇതൊക്കെ അവർ തനിയെ കൊണ്ടുവരുന്നതാണ്. ഉറുമ്പിൽ ഇങ്ങനെ കൊണ്ടുവരുമ്പോഴുള്ള പ്രത്യേകത അവർ 2 ആൾ പിടിച്ചിട്ടുണ്ടാവില്ല. സാധാരണ അവർക്ക് എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർ 2 ആൾ പിടിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇങ്ങനെ കല്ല് അല്ലെങ്കിൽ അവരുടെ റൂം അല്ലെങ്കിൽ അവരുടെ വീട് ഉണ്ടാക്കുന്ന സമയത്ത് ഒരിക്കലും അവർ 2 ആൾ പിടിക്കൽ കുറവാണ്. ഒറ്റക്ക് പരമാവധി സാധനം കൊണ്ടുവരുന്ന ആളുകളാണ് ഇവർ. കണ്ടില്ലേ, അത് പിടിച്ച് വലിച്ച് അതിൻ്റെ അടിയിൽ നിന്ന് ഇതുവരെ കൊണ്ടുവരുന്ന ആളൊരു ഭീകരൻ തന്നെയാണ്. അപ്പോൾ ഇവരുടെ അടുത്തൊക്കെ പോകുമ്പോൾ കടിയിട്ടുണ്ടെന്ന് വെച്ചാൽ ശരിക്കും ശ്രദ്ധിക്കുക. അത്യാവശ്യം വെറുതെ അല്ല, നമ്മുടെ തോലിൽ കടിച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും വേദനയാണ്. കാരണം ഇത്രയും ഉറപ്പുള്ള പല്ലുകളാണ് അവർക്കുള്ളത്. നമ്മുടെ ആളുകളിൽ തന്നെ, മനുഷ്യന്മാരിൽ തന്നെ കുറച്ച് ആരോഗ്യം കൂടിയവർ പിടിച്ചാലും ആരോഗ്യം കുറഞ്ഞവർ പിടിച്ചാലും വേറെ വ്യത്യാസമാണ്. കാരണം എല്ലാവർക്കും ഒരേപോലെ തന്നെയാണ്. 5 വിരലുണ്ടാവും, 2 കൈമേലെ 10 വിരലുണ്ടാവും. പക്ഷേ ആരോഗ്യം ഉള്ളവർ പിടിച്ചാലും ഇല്ലാത്തവർ പിടിച്ചാലും രണ്ടും വേറെ വേറെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെയാണ് ഇവരുടെ കാര്യങ്ങൾ. ഇവരിൽ കുറച്ച് സ്ട്രോങ് കൂടിയവർ കടിച്ചിട്ടുണ്ടെച്ചാൽ ശരിക്കറിയും, സ്ട്രോങ് കുറഞ്ഞവർ കടിച്ചിട്ടുണ്ടെങ്കിൽ അതും ശരിക്കറിയും. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ല വീഡിയോയുമായിട്ട് നമ്മൾ വീണ്ടും വരും.